നമസ്കാരം. ന്യൂസ് സമന്വയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മിസ്റ്റർ സതീശൻ, താങ്കൾ കാണേണ്ട ഒരു കാര്യം ഇന്നലെ നിങ്ങൾ കണ്ടതാണ്. ഒരു CPM-ൻ്റെ ഒരു MLA-ക്കെതിരെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവരുടെ സൈബർ യുഗം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതായിരിക്കും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ആണ് ആദ്യമായി തേജോവധം ചെയ്തത്. നിങ്ങളത് മനസ്സിലാക്കണം. അവരെന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് ആക്രമിക്കാൻ അവരുടെ പദ്ധതികൾ അവർക്കുണ്ട്. നിങ്ങൾ ഒരു പാവം പയ്യനെ നിങ്ങൾ തന്നെയാണ്, എൻ്റെ മകളാണ്, അവൾ മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെയാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. CPM എന്ന് പറയുന്ന സൈബർ ഗുണ്ടായിസം പല രീതിയിലും നടക്കുന്നുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾ ആർക്കും തെളിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? മിസ്റ്റർ സതീശ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യുവജന വിഭാഗത്തെ മുഴുവൻ നിങ്ങളൊരു വല്ലാത്ത രീതിയിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ തെറ്റിത്തരം എന്ന് പറയുന്നത് അയാളോടൊന്ന് ചോദിക്കാൻ നിങ്ങൾ നിന്നിട്ടില്ല. അയാൾ നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് അയാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പം സൈബർ സെല്ലിൽ പരാതി പോയിരിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പരാതി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു പരാതി കൊടുക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ ഈ സൈബർ ആക്രമണം ഉണ്ടായിട്ട്? തോപ്പിൽ ഫാസി എന്ന് പറഞ്ഞൊരു ഒരു മാധ്യമ പേജ്, ആരുടെയാണെന്നറിയില്ല, അതിലാണ് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തെ വ്യക്തിഹത്യ ചെയ്തത്. ആർക്കെങ്കിലും ഇതിനെ പരാതി എടുക്കാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ സതീശനെ പോലുള്ള ഈ വ്യക്തിത്വം ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. സതീശ, നിങ്ങൾ കാണിച്ചത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയത്ത്, അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയത്ത് അയാളെ പാർട്ടിയിൽ നിന്ന് എടുത്ത് ദൂരോട്ട് കളഞ്ഞാൽ നിങ്ങളുടെ ആ യുഗം അത് വളരെ മോശമായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്.